പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ChatGPT തുടങ്ങിയിട്ടുള്ള AI യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോയെ ട്രാൻസിറ്റ് ചെയ്തുകൊണ്ട് പ്രോംപ്റ്റ് കൊടുത്ത് നല്ല അടിപൊളിയാക്കി മാറ്റുന്ന ഒരു രീതി. അതെങ്ങനെ നിങ്ങളുടെ ഫോട്ടോയും ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കും അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ അതിനുള്ള മാർഗ്ഗങ്ങളാണ് പറഞ്ഞുതരുന്നത്. ആദ്യമായി തന്നെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു AI ടൂളാണ് നമുക്കിതിന് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റയുടെയോ മറ്റേതെങ്കിലും AI ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഒഫീഷ്യൽ ChatGPT എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് കയറി വരിക. അതേപോലെ നിങ്ങൾ ഏത് ടൂളാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി വന്നതിന് ശേഷം ഇവിടെ ആയിട്ടൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ആയിട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടി വരുന്നതായിരിക്കും. ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിൾ അക്കൗണ്ടിൽ ആ ആപ്ലിക്കേഷനിലോട്ട് ലോഗിനായി പോകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ തുടർന്ന് വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെയായിട്ട് നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാം. അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ആഡ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണോ ഇത്തരത്തിൽ ട്രാൻസിറ്റ് ചെയ്ത് മാറ്റേണ്ടത് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് കാണുന്ന ആഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോ അവിടെ ആയിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. ആസ്ക് എനിത്തിങ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുക. ഞാനിവിടെ മെസ്സേജിൽ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റ് ആണ്. ഇത് ഞാൻ എൻ്റെ മെസ്സേജിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ കുറച്ചുകൂടി പ്രോംപ്റ്റുകൾ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇത് നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് മെസ്സേജ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഫോട്ടോസ് ജനറേറ്റ് ആകുന്നത്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെൻഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഒന്ന് ലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ലോഡ് ആകുന്ന ടൈം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് ഇത് കാണിക്കും. അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് സമയത്തിനുള്ളിലായിട്ട് ഇമേജ് ക്രിയേറ്റഡ് എന്ന് ഇത് കാണിക്കും. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോസിനെ പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തരുന്നതായിരിക്കും. അത് നമുക്ക് ഇവിടെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോസും ഇതേപോലെ ചെയ്യാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you for watching.